നമസ്കാരം. ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഡയറി കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയിൽ ഈസ്റ്റ് SP സ്കൂളിലെ 2Bയിലെ ഇഷാന്റെ ഡയറിയാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ കേരളം ഒന്നടങ്കം വേദനയോടെയാണ് അർജുന് വേണ്ടിയുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ കേരള ജനത അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടെയാണ് വിദ്യാർത്ഥിയുടെ ഹൃദയഭേദകമായ ഈ ഡയറി കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. മനസ്സിൽ ഒരു വിങ്ങലോടെയല്ലാതെ ഈ കുറിപ്പ് വായിക്കാൻ കഴിയുകയില്ല. ഓരോ കുഞ്ഞു മനസ്സും അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡയറി കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നെനിക്ക് സങ്കടമുള്ള ദിവസമാണ്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായി. എന്റെ അച്ഛനും ഒരു ഡ്രൈവറാണ്. ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നാണ് ആ കുഞ്ഞു വിദ്യാർത്ഥി തന്റെ ഡയറിയിൽ കുറിച്ചത്. അതേസമയം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ വാഹനം പുഴയിലാണെന്ന നിർണായക വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 10ാം ദിവസത്തെ ഈ തിരച്ചിൽ വളരെ നിർണായകമാണ്. ആർമിക്കൊപ്പം NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ബൂം എക്സ്കവേറ്ററും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടത്തുകയാണ് ഒരു കൂട്ടം പേർ. അർജുന്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് സംസാരിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന് നേരെ തിരഞ്ഞിരിക്കുന്നത്. അർജുനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്നും സൈന്യമെത്തിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായി എന്നുമാണ് അർജുന്റെ അമ്മ നേരത്തെ പറഞ്ഞത്. ഇതാണ് സൈബർ ആക്രമണങ്ങൾക്ക് വഴിവെച്ചത്. വാർത്താ സമ്മേളനത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചരണമാണ് നടക്കുന്നതെന്നും അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരെയും പോലെയും വേദനയോടെയാണ് ആ കുടുംബം കഴിയുന്നത്. മകനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് അമ്മ അത്തരമൊരു പരാമർശം നടത്തിയത്. മകനെ കാണാതായ ആ അമ്മയ്ക്ക് എങ്ങനെയാണ് നിശബ്ദമായി ഇരിക്കാൻ സാധിക്കുക? ചിന്തിക്കുക, അതിനുശേഷം മാത്രം വിമർശനങ്ങൾ ഉന്നയിക്കുക.